ഇടുക്കി പീരുമേട് പരുന്തുംപാറയിലെ 110 ഏക്കർ ഭൂമി കയ്യേറിയതിൽ കുറ്റക്കാർക്കെതിരെ റവന്യൂ വകുപ്പ് നടപടിയെടുക്കുന്നില്ല. ഒരു മാസം മുമ്പ് 41.5 ഏക്കർ ഭൂമി ഒഴിപ്പിച്ചു എന്ന് പറയുമ്പോഴും തുടർ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല എന്ന് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. രാഷ്ട്രീയ ഇടപെടലാണ് നടപടികൾ വയ്ക്കാൻ കാരണമെന്നും ആരോപണം. കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയൻ തത്സമയം. പറയൂ രാഹുൽ വിജയൻ. കഴിഞ്ഞ മാസമാണ് ഇടുക്കിയുടെ നേരത്തെ കളക്ടറായിരുന്ന ഷീബ ജോർജ് പരുന്തുംപാറയിലെ ടൂറിസം കേന്ദ്രത്തിൽ 110 ഏക്കർ കയ്യേറിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒഴിപ്പിക്കൽ നടപടി ആരംഭിക്കണമെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ട നടപടി അവർ തുടങ്ങുകയും ചെയ്തു. 41.5 ഏക്കർ ഭൂമി തിരിച്ചു പിടിച്ചു എന്ന് അവർ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം ഒരു മാസമായിട്ടുണ്ട്. തുടർ നടപടികളിലേക്ക് ഒന്നും പോയിട്ടില്ല. ബാക്കി വരുന്ന 110 ഏക്കറിലെ സ്ഥലങ്ങൾ ഒഴിപ്പിക്കുന്നതിനോ അതിൽ നടപടി സ്വീകരിക്കാനോ ഇതുവരെ റവന്യൂ വകുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. മാത്രമല്ല, ഈ കയ്യേറ്റം ഒഴിപ്പിച്ചു എന്ന് പറയുമ്പോഴും അവിടുത്തെ കയ്യേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കി പോലീസിന് കൈമാറാനോ കേസെടുക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നിലനിൽക്കുകയാണ്. വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. മാത്രമല്ല, രാഷ്ട്രീയ പ്രേരണ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ നിർബന്ധപ്രകാരമാണ് ഈ കയ്യേറ്റ ഒഴിപ്പിക്കൽ നടപടി താൽക്കാലികമായെങ്കിലും നിർത്തിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. മാത്രമല്ല, ഇതിൽ പീരുമേട് എം.എൽ.എ വാഴൂർ സോമന്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. കയ്യേറ്റക്കാരുടെ പട്ടിക എത്രയും വേഗം തയ്യാറാക്കി റവന്യൂ വകുപ്പ് പോലീസിന് കൈമാറേണ്ടതാണ്, കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളതാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും റവന്യൂ വകുപ്പ് ഇതിൽ ഒളിച്ചുകളി നടത്തുന്നു, ഒരു അലംഭാവം കാട്ടുന്നു എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കാനും കഴിയുന്നത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.